നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ PVC വാൾപേപ്പർ എങ്ങനെ വാളിൽ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ തൂണിലാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ തൂണിന് ഒരു വുഡ് ടച്ച് എങ്ങനെ നമുക്ക് ഈ വാൾപേപ്പർ ഉപയോഗിച്ച് കൊടുക്കാം. ഇത് വളരെ ചിലവ് കുറഞ്ഞ ഒരു മാർഗമാണ്. ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിൽ ഇത് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഈ ഒരു റോളിന് 61 സെന്റിമീറ്റർ വീതിയും 3 മീറ്റർ നീളവും ഉണ്ട്. ഇതിന് 199 രൂപയായിരുന്നു വില. ബിഗ് ബില്യൺ ഡേയ്സ് കഴിഞ്ഞപ്പോൾ വില ഉയർന്നിട്ടുണ്ട്. ഈ വുഡ് ഫിനിഷുള്ള വാൾപേപ്പർ 5 റോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റോള് ഞാൻ ഇപ്പോൾ ഈ തൂണിൽ ഒട്ടിച്ചു. ഒരു റോൾ ഒട്ടിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത്. ആ ഒട്ടിച്ചതിൻ്റെ ബാലൻസാണിത്. ഇതാണ് നമ്മുടെ വുഡ് ഫിനിഷുള്ള വാൾപേപ്പർ. ഒരു തൂണിൻ്റെ 2 സൈഡ് ഞാൻ ഒട്ടിച്ചു. അതിൻ്റെ ബാലൻസ് വന്ന ഭാഗമാണിത്. ഇതും ബാക്കി ഭാഗത്ത് അപ്ലൈ ചെയ്യാനുണ്ട്. ഇനി നമുക്കിത് തൂണിൽ ഒട്ടിക്കാം. ഇതാണ് ഞാൻ ആദ്യമേ ഒട്ടിച്ചത്. ഇനി ബാലൻസ് ഒട്ടിക്കാം. വാൾപേപ്പർ മുറിക്കുന്നതിന് മുന്നേ നമുക്ക് ആവശ്യമായ അളവെടുത്ത് മുറിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഈ തൂണിൽ ഒട്ടിക്കുന്നതിനായി തൂണിൻ്റെ ഒരു വശത്തെ അളവെടുത്ത് ആ അളവിൽ നിന്നും അല്പം തള്ളിട്ട് വാൾപേപ്പർ മുറിച്ചെടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ പ്രതലങ്ങൾ ഒട്ടിക്കുമ്പോൾ ഓരോ ഫേസിലും മുറിച്ച് വേണം ഒട്ടിക്കുവാൻ, അല്ലെങ്കിൽ മടക്ക് വരുന്ന ഭാഗത്ത് ബബിൾസ് വരും. അപ്പോൾ ഞാൻ അളവെടുത്തിട്ട് ഇത് മുറിക്കുകയാണ്. ഇതിന് ശേഷം ഞാൻ തൂണിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. പിറകിലെ സ്റ്റിക്കർ അല്പമായി വലിച്ചു നീക്കി ബബിൾസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തി ശരിക്കും ഫിക്സ് ചെയ്യുകയാണ്. വാൾപേപ്പർ ഭാഗം മടക്കി ചേർക്കേണ്ടതാണ്. ഇതുപോലെ തൂണിൻ്റെ എല്ലാ മുഖങ്ങളും ഒട്ടിച്ച് ചേർക്കണം. അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് ഒത്തിരി സമയമെടുത്താണ് ഇത്ര ചെയ്തത്. ഒരു ഭിത്തി ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിച്ചു കഴിയും. എന്നാൽ ഇതുപോലെ എഡ്ജസ് ഉള്ള ഒരു പ്രതലം നമ്മൾ ഒട്ടിക്കുമ്പോൾ ഒത്തിരി സമയമെടുത്ത് ചെയ്യണം. എങ്കിലേ ആ പെർഫെക്ഷൻ നമുക്ക് ഇതിലേക്ക് കിട്ടുള്ളൂ.
കള്ളിട്ട് ആദ്യമേ ഒട്ടിച്ചിരിക്കുന്ന ഭാഗങ്ങൾ മുറിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ്. അങ്ങനെ വാൾപേപ്പർ ഒട്ടിച്ചു കഴിഞ്ഞു. കുറേ സമയമെടുത്താണ് ഞാനിത് ചെയ്തത്. ഇന്നലെ രാത്രി കുറച്ച് ഒട്ടിച്ചു, അതിന് ശേഷം ഇന്ന് തുടങ്ങി. എങ്കിലും കുറേ സമയം ഇന്നും സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം ഇതുപോലെ എഡ്ജസുള്ള ഒബ്ജക്റ്റുകൾ ഒട്ടിക്കുമ്പോൾ കുറേ ടൈം എടുത്ത് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ആ പെർഫെക്ഷൻ കിട്ടത്തില്ല. പല പല പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം ഇത് ഒട്ടിക്കാൻ. ഒരു പ്ലെയിനായിട്ടുള്ളൊരു വാൾ ഒട്ടിക്കുകയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ല. നമ്മൾ കറക്റ്റ് എല്ലാ ഫേസിലേക്കും കട്ട് ചെയ്ത് വാൾപേപ്പർ ഒട്ടിക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ചുളിവ് വരും, അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾ പോകത്തില്ല, ചുളുങ്ങിയിരിക്കുന്നതായിരിക്കും. ഓരോ വശങ്ങളും നമ്മൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ ഇതുപോലെ ബെറ്ററായിട്ടിരിക്കും. പിന്നെ പുട്ടിയിട്ട പ്രത്യേകം ശ്രദ്ധിക്കണം. പുട്ടിയിട്ടെങ്കിൽ മാത്രമേ ഈ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. പുട്ടിയിടാത്ത ഭാഗമാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ മുഴകളുണ്ട്, ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഇവിടേക്കും പുട്ടിയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഫ്ലാറ്റ് സർഫേസ് തന്നെ നമുക്ക് തോന്നും. വാൾപേപ്പറിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഭിത്തിയായാലും എവിടെയായാലും അത് പുട്ടിയിട്ടതിന് ശേഷം വാൾപേപ്പർ ഒട്ടിക്കുകയായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കഴിയുന്നു. ഇനിയും പുതിയ വീഡിയോകൾ ചാനലിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.